അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. 6-ാം തീയതി അല്ലെങ്കിൽ 7-ാം തീയതി ആണ് പ്രധാനമന്ത്രി വരാൻ പോകുന്നത് കൊച്ചിയിൽ. അത് ഒന്ന് അടുത്തൊരു 24-48 മണിക്കൂറിൽ അത് കൺഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടും. അല്ല, പരിപാടികൾ ഞങ്ങളൊരു വലിയ NDAൻ്റെ ഒരു യോഗം ഉണ്ടാവും, ഒരു പബ്ലിക് മീറ്റിംഗ് ഉണ്ടാവും. അത് 2020യും BDJസും BJPയും മറ്റ് NDA ഘടകകക്ഷിയായിട്ട് ഒരു NDA പബ്ലിക് പ്രോഗ്രാം ഉണ്ടാവും. അവിടെ നരേന്ദ്രമോദിജി വികസിത കേരളത്തിനെ കുറിച്ച് അദ്ദേഹം നമ്മുടെ കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കും. അതാണ് ഞങ്ങളുടെ ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ 6-ാം തീയതി അത് ഡേറ്റ് 100% കൺഫേം ആയിട്ടില്ല. 6-ാം തീയതി അല്ലെങ്കിൽ 7-ാം തീയതി അദ്ദേഹം തീർച്ചയായും വരും. അല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണം അത് തുടങ്ങിയല്ലോ, അത് അദ്ദേഹം വന്നല്ലോ, തിരുവനന്തപുരത്ത് വന്നു. വികസിത കേരളം ഞങ്ങളുടെ ലക്ഷ്യമാണ്. NDA ഈ ഇലക്ഷനിൽ ജയിക്കാൻ പോകുന്നു, അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഇനിയിപ്പോൾ ഇന്നിപ്പോൾ എല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് സസ്പെൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അല്ല, നോക്കൂ, അതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സാബുജിയും സംസാരിക്കും. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം NDAൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ 140 സീറ്റിൽ ഞങ്ങൾ കൃത്യമായി കമ്പറ്റിറ്റീവ്ലി മത്സരിക്കും. ഈ ഇലക്ഷൻ, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഒരു സീറ്റും വെറുതെ മത്സരിക്കാൻ പോകുന്നില്ല, വെറുതെ പേരിന് മത്സരിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ കാണുന്നത് നാടിനെ നന്നാക്കാനും നാട്ടിൽ മാറ്റം കൊണ്ടുവരാൻ NDAക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരു നല്ല ഫൈറ്റ് ചെയ്ത് നല്ലൊരു ക്യാമ്പയിൻ നടത്തി വികസനത്തിനെ കുറിച്ച് കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച് ജനങ്ങളുടെ ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്ത് ഞങ്ങൾ അധികാരത്തിൽ വരും. അത് വരണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ല, ഇന്ന് പിന്നെ ഞങ്ങളുടെ മൈനോറിറ്റീസ് മന്ത്രി, ക്യാബിനറ്റ് മന്ത്രി കിരൺ റിജിജു പറഞ്ഞല്ലോ, അത് നല്ല ഐഡിയ ആണ്, അത് പരിഗണിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനും സാബുജിയും ഞങ്ങളുടെ പാർട്ടിയെല്ലാം ഇരുന്ന് അത് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഒരു ഔട്ട്ലൈനായിട്ട്, ഒരു റെപ്രസെൻറ്റേഷനായിട്ട് ഞങ്ങൾ ഡൽഹിയിൽ വേഗം പോകും. കേൾക്കുന്നില്ല? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല, അങ്ങനെയൊന്നും ഡിസ്കസ് ചെയ്തില്ല. ആ ചർച്ച മുമ്പോട്ട് പോകണം. എങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ച് നരേന്ദ്രമോദിജിൻ്റെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന കാഴ്ചപ്പാട് ഇവിടെയും നമ്മൾ നടപ്പിലാക്കണം. വികസനം ഇവിടെയും വരണം. അതിനപ്പുറം ഞാൻ പറഞ്ഞ പോലെ മാർപ്പാപ്പയെ ഇൻവൈറ്റ് ചെയ്യണം എന്ന് അവരുടെ ഒരു ആഗ്രഹമാണ്. അത് ഞങ്ങളുടെ ആഗ്രഹമാണ്, അത് ഞങ്ങൾ ചെയ്യും. ഒന്ന്. രണ്ടാമത്തത്, ഞാൻ പറഞ്ഞ പോലെ ഈ മൈനോറിറ്റീസിൻ്റെ ഈ ഡിസ്കഷനിൽ, മൈനോറിറ്റി റിസോഴ്സസിൽ മൈക്രോ മൈനോറിറ്റി എന്നൊരു കാറ്റഗറി വന്നാൽ മാത്രമേ ക്രിസ്ത്യൻസിന് അവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും കിട്ടുള്ളൂ എന്ന് അവരൊരു അഭിപ്രായമുണ്ട്. അത് അതിനെക്കുറിച്ച് ഞങ്ങൾ ആദ്യവും ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിന് സമ്മതിക്കുന്നുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. നോക്കൂ, എനിക്കറിയാം നിങ്ങൾക്ക് അതൊരു ഡേറ്റ് ഭയങ്കര എക്സൈറ്റിംഗ് ഇഷ്യൂ ആണ്. അപ്പോൾ അതിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങളുടെ ഒരു പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിലെ രീതി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ തീരുമാനിച്ചൊരു ലിസ്റ്റ് സെൻട്രൽ പാർട്ടിയിൽ അയക്കും. അവർ അത് സ്ക്രൂട്ടനൈസ് ചെയ്യും. അവരുടെ ഒരു രീതിയുണ്ട്, അവരുടെ ഒരു പ്രോസസ്സുണ്ട്. അവർ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾക്കൊരു മെയിൽ അങ്ങ് അയക്കും. ഇലക്ഷന് മുമ്പ് നടക്കും, പേടിക്കണ്ട. അല്ല, നോക്കൂ, എനിക്കിപ്പോൾ 500 ദിവസം സമരത്തിലിരിക്കുന്ന അവർ കാണുമ്പോൾ, സാബുജിയും പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അതെല്ലാം കാണുമ്പോൾ സങ്കടമുണ്ട്. കാരണം ഇഷ്യൂ വളരെ സിമ്പിൾ ഇഷ്യൂ ആണ്. റവന്യൂ അവകാശങ്ങൾ കോർട്ട് പറയുന്നു ഈ ഭൂമി വഖഫിൻ്റെ അല്ല. കേരള ഹൈക്കോർട്ട് പറയുന്നു. പാർലമെൻറ്റ് ലോ പാസ്സാക്കുന്നു. ഈ ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്ത് ഓടി നടക്കുന്ന CPMഉം കോൺഗ്രസും നീതി ഇവിടെ പാർലമെൻറ്റും കോർട്ട് പറയുമ്പോൾ, ക്ലിയറായിട്ട് പറയുമ്പോൾ നടപ്പിലാക്കാൻ അവർക്കൊരു വിഷമം. അത് എന്തുകൊണ്ട് വിഷമമെന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. അല്ല, വഖഫ് ഭൂമിയല്ല. അവർക്ക് വഖഫിന് ഇതിനെക്കുറിച്ച് ഒരു റൈറ്റ് ഇല്ല. അത് പാർലമെൻറ്റ് പറഞ്ഞല്ലോ. പാർലമെന്റ് അല്ലേ ഇവിടെ നീതി തീരുമാനിക്കേണ്ടത്? പാർലമെന്റ് അല്ലേ? CPM അല്ലല്ലോ, കോൺഗ്രസ് അല്ലല്ലോ.
അപ്പോൾ അല്ല, അങ്ങനെ നോക്കൂ, എൻ്റെ ഒപ്പം ആർഗ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇഷ്യൂ ഇപ്പോൾ കോർട്ടിലാണ്. കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. പക്ഷേ ഇവിടെ എത്ര കൊല്ലമായി 600 കുടുംബങ്ങൾ അവരെ റവന്യൂ അവകാശങ്ങളെക്കുറിച്ച് എത്രയോ പാർട്ടിന് മുമ്പ് പോയിട്ട് ഇത് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് സത്യം. കോടതിയിലുള്ള വിഷയത്തിൽ താങ്കൾക്ക് പറയാൻ പറ്റാത്തതുപോലെ തന്നെ സർക്കാരിനും വലിയ പരിമിതികളില്ലേ സംസ്ഥാന സർക്കാർ? സംസ്ഥാന സർക്കാരല്ല പറയുന്നത് ഞങ്ങൾ അപ്പീൽ പോയിട്ടുണ്ടെന്ന്. അവരല്ലേ അപ്പീൽ പോകുന്നത്? നോക്കൂ, ഞാൻ ഈ ലീഗൽ ഇഷ്യൂസ് ഞാനിങ്ങനെ പ്രസ്സിൽ ഡിബേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ വെൽക്കം. ഞാൻ അങ്ങനെയല്ല കാണുന്നത്. സംസ്ഥാന സർക്കാരിന് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ അവരെന്നെ ഇവിടെ വന്ന് പറഞ്ഞില്ലേ 24 മണിക്കൂറിൽ ഞങ്ങൾ പരിഹരിക്കുന്നു. അവരല്ലേ പറഞ്ഞു. പിന്നെന്താ പരിഹരിക്കാത്തത്? കോടതിയിൽ ഇപ്പോഴല്ലേ പോയിരിക്കുന്നത്. കോടതി തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ഇരുത്തി പരിഹരിക്കാൻ പറ്റില്ലേ? ഇത് കോടതിയിൽ പോകുമ്പോൾ കോടതിൻ്റെ എക്സ്ക്യൂസ് ഉപയോഗിക്കുക. ഈ പ്രശ്നം ഇപ്പോഴാണോ തുടങ്ങിയത്? എത്ര കൊല്ലമായിട്ട് പരിഹരിക്കാത്ത പ്രശ്നമാണത്. അപ്പോൾ അല്ല, ഇത് ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അവിടെ. നിങ്ങളത് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടിട്ടില്ലെങ്കിൽ അതൊന്ന് റീവൈൻഡ് ചെയ്ത് കേൾക്കുക.